വരെയാണെങ്കിൽ ഇപ്പൊ വരണം, അവസാനം അവിടെ ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇവിടെ വന്നാൽ ആ സമയത്ത് തരാൻ സീറ്റൊന്നും ഉണ്ടാവില്ല. ഇത്രയും നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്ത്? അത് BJPക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത്? പരോക്ഷമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിൽക്കണേ നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം, ഇവിടെ നിൽക്കുകയാണെങ്കിൽ പണിയെടുക്കണം. നമസ്കാരം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, BJP തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ തന്നെ 50 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതായത് ഏകദേശം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് തന്നെ പറയാം. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ പ്രമുഖ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം ഇത്രയും നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്ത്? അത് BJPക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് വിശകലനം ചെയ്യുന്നത്. ഇനി BJPയുടെ ലക്ഷ്യം കൂടി നമ്മൾ അറിയണം. അതായത് 70-ലധികം സീറ്റുകൾ നേടി ഭരണത്തിലെത്തുക എന്നുള്ളതൊന്നുമല്ല BJPയുടെ ലക്ഷ്യം. അവരത്രയ്ക്ക് മണ്ടന്മാരൊന്നും അല്ലല്ലോ. പക്ഷേ കേരളത്തില് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 100 പഞ്ചായത്തുകൾ നേടുക, 2 മുതൽ 5 വരെ മുനിസിപ്പാലിറ്റികൾ നേടുക, കൂടാതെ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ കോർപ്പറേഷനുകളുടെ ഭരണവും നേടുക. അതിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളും 2 മണ്ഡലങ്ങളായി കണക്കാക്കി അതിന് ഓരോന്നിനും ഓരോ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ച് BJP മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ചെയ്തിട്ടുണ്ട്. ഇനി നിയമസഭയുടെ കാര്യം എടുക്കാം. ഏകദേശം 1 വർഷമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിക്കുന്നതിലൂടെ ആ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ പരിചിത മുഖങ്ങളായിട്ട് മാറാൻ സാധിക്കും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിലെ വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങളിലൂടെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും BJPക്ക് ഗുണം ചെയ്യും. ഒപ്പം സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പരിചിതനുമാവും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തി മോശമാണെങ്കിൽ തട്ടിക്കളഞ്ഞ് വേറെ ആളെ നിശ്ചയിക്കാനുള്ള സമയവും കിട്ടും. അതായത് മുന്നേ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നന്നായി വീർക്കേണ്ടി വരും എന്ന് സാരം. അതായത് കോൺഗ്രസ് ഓരോ ജില്ലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഓരോ നേതാക്കളെ ഏൽപ്പിച്ച പോലെ തന്നെ BJP ഓരോ നിയമസഭാ മണ്ഡലങ്ങളും ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. ചുരുക്കത്തില് ഒരു വാർഡിന് സ്ഥാനാർത്ഥി, പ്രവർത്തകർ, മണ്ഡലം പ്രസിഡന്റുമാര്, ജില്ലാ പ്രസിഡന്റുമാര്, പിന്നെ മുന്നേ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇത്രയും പേരുടെ പ്രവർത്തനങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാം എന്ന് സാരം. ഇനി അടുത്ത നേട്ടം നമുക്കറിയാം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടെ കേരളത്തിലെ BJPയുടെ സ്വഭാവം തന്നെ മാറി. അതായത് ഗ്രൂപ്പിന് യാതൊരു പരിഗണനയും കൊടുക്കാതെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തോടെയുള്ള ഒരു പ്രവർത്തനം, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വിചാരിച്ച് ഈ BJPയിലത്തെ ഗ്രൂപ്പ് ഇല്ലാതായോ? ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. അമർഷം ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ടായിരിക്കും ഈ ഗ്രൂപ്പുകാരൊക്കെ ഇപ്പോൾ BJPയിൽ നിൽക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതായത് കേരളത്തിലെ BJP എന്ന് പറയുന്നത് പക്ക കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഫോട്ടോ കോപ്പി തന്നെയാണ്. ആ പ്രതിച്ഛായയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പൊട്ടിത്തെറികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നടക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിയാലും 1 വർഷമുണ്ട് അത് നികത്തിയെടുക്കാൻ. അതായത് BJP തൃപ്തരല്ലാത്തവരോട് പരോക്ഷമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിൽക്കണേ നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം, ഇനി നിൽക്കുകയാണെങ്കിൽ പണിയെടുക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ BJPയിൽ നിന്ന് ഒരു സരിനോ സന്ദീപ് വാര്യരോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. ഇതായിരിക്കും കണക്കുകൂട്ടൽ. പിന്നെ മറ്റ് പാർട്ടികളിലുള്ളവർക്കും ഒരു മെസ്സേജ് BJP നൽകുന്നുണ്ട്. അതായത് വരണമെങ്കിൽ ഇപ്പൊ വരണം, അവസാനം അവിടെ ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇവിടെ വന്നാൽ ആ സമയത്ത് തരാൻ സീറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രവർത്തകരുടെ പരാതികളും ഒപ്പം ന്യായീകരണങ്ങളും ഒഴിവാക്കാം. അതായത് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള പതിവ് പല്ലവി. ആ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് രാജീവ്ജി തന്നെയാണല്ലോ. അതായത് വളരെ വൈകിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാനം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ച് തിരുവനന്തപുരം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ. ഇനി സ്ഥാനാർത്ഥിയെ നേരത്തെ അറിഞ്ഞാൽ മറ്റ് പാർട്ടികൾ അതിനെ കവച്ചു വെക്കുന്ന പ്രബലനായ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ള ഭയമൊന്നും BJPക്ക് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവായിട്ട് പറയാനും പറ്റില്ല. കാരണം സ്ഥാനാർത്ഥിയുടെ മികവിനേക്കാൾ BJPയുടെ തന്ത്രങ്ങളാണ് വിജയം കൊണ്ടുവരുന്നത്. അത് കേന്ദ്ര രീതി കേരളത്തിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ. അപ്പോ ഇനിയാണ് കേരളത്തിലെ യഥാർത്ഥ ത്രികോണ മത്സരം. കാത്തിരുന്ന് കാണാം.